സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനും സുരേഷ് ഗോപിക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി അകത്താക്കാനുമൊക്കെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിക്കുമോ എന്നുള്ള ഭയം സഹാക്കന്മാരെ നന്നായി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ അകത്താക്കുക, അതായത് മകളുടെ കല്യാണ സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ പൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സിനിമയിലെ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പിണറായിയുമായി സംസാരിച്ചിട്ടും പിണറായി അതിലൊന്നും വഴങ്ങിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയും സുരേഷ് ഗോപിയെ അകത്താക്കുക മാത്രമാണ് പിണറായിയുടെ ലക്ഷ്യം. മാത്രമല്ല, ഇപ്പോൾ മറിയക്കുട്ടിക്ക് സുരേഷ് ഗോപി പറഞ്ഞ 1600 രൂപ പെൻഷൻ കൊടുക്കാതെ പറ്റിച്ചു എന്നുള്ള തരത്തിൽ ചില സഹാക്കന്മാർ വാർത്തകളായി പടച്ചുവിടുന്നുമുണ്ട്. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്തരം വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട്. സുരേഷ് ഗോപി മറിയക്കുട്ടിയും പറ്റിച്ചു എന്നൊക്കെ തരത്തിലാണ് വാർത്തകൾ വരുന്നത്. സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെ, സുരേഷ് ഗോപി എന്ന നേതാവിനെ, സിനിമാ നടനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്, ജനങ്ങളെ എങ്ങനെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്നൊക്കെ ഓരോരുത്തരും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഈ ഒരു സമീപനമൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിണറായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എങ്ങനെയും അദ്ദേഹത്തെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാതിരിക്കുക, അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഭയമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പലരും പറയുന്നത് ശരിയെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി മോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. സുരേഷ് ഗോപിയെ നേരിട്ട് കാണാനൊക്കെ മോദി ക്ഷണിച്ചതൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. അത്തരത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു പ്രശ്നം വന്നാലോ സുരേഷ് ഗോപിയെ തൊട്ട് കളിച്ചാലോ പിണറായി മകളുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് കേന്ദ്രം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതായത് സുരേഷ് ഗോപിയെ പിണറായിയുടെ പോലീസ് തൊട്ടാൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വീണ വിജയനെ പൊക്കി ചോദ്യം ചെയ്ത് അകത്താക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്രവും കടക്കും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ സൂചനകൾ ചെറുതൊന്നുമല്ല പിണറായിയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു പിന്മാറ്റത്തിന് പിണറായി ശ്രമിക്കുന്നു എന്നുള്ള സൂചനകളും ചില ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പണ്ടേ മകൾ പിണറായിക്ക് വീക്ക്നെസ്സാണ്. അതുകൊണ്ട് മകളെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്താൽ നിരവധി കാര്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് എങ്ങനെയും സുരേഷ് ഗോപി പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മുന്നിലുള്ള വഴി. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ തൊട്ട് തൽക്കാലം കളിക്കണ്ട എന്ന രീതിയിലേക്ക് എത്താൻ മുഖ്യനെ പ്രേരിപ്പിക്കുന്നത്.